കേരളം മാതിരിയല്ല ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലിവിടെ ബേക്ക് ചെയ്യുന്നു, ആ വീട്ടിൽ സൈക്കിൾ ഉണ്ടാവും. അതാണ് മെയിൻ എന്ന് പറഞ്ഞാൽ. ചായ കുടിച്ചാണ് നമ്മൾ രാവിലെ തന്നെ എന്ത് ചെയ്ത് ബോട്ട് ജെട്ടിയിലാണ്ട് എത്തിക്കണം. ഇവിടെയാണ് നമ്മളെ നാട്ടിൽ നിന്ന് ബേപ്പൂരിന് പലചരക്ക് സാധനങ്ങളൊക്കെ ലക്ഷദ്വീപിൽ എത്തല്. ഇവിടുത്തെ ആൾക്കാർക്ക് രാവിലെ പകലിന്നൊന്നും എപ്പോഴും മീൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണ്ടാവട്ടെ. രാവിലെ തന്നെ ഒരു കിൻഡല് മീൻ എന്ത് ചെയ്ത് ഒരു കാക്കാണ്ട് പിടിച്ചിരിക്കണം. അതിൻ്റെ ഇടയിൽ റമീസ് ഉമ്മണ്ടാക്കി നല്ല ചൂത മീനച്ചാറ് നമ്മക്കാണ്ട് കൊടുക്കുന്ന അവനെ വൈക്കാണ്ട് പോയി. ഒരു ബേക്കൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ദ്വീപ് ഒരു മണിക്കൂർ കൊണ്ട് മൊത്തം നമുക്ക് കവർ ചെയ്യട്ടോ. വൈകുന്നേരങ്ങളിലെ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ വാർത്തനൊരു മൂടാണ്. ഏതെങ്കിലും തെങ്ങിന്റെ ചോട്ട് അയൽവാസികളും ഉമ്മമാരും കുട്ടികളും എല്ലാവരും കൂടി ഇരുന്നിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ടോ കേട്ടോ. വാർത്തനൊരു വൈബാണ്. വൈകുന്നേരം ചായക്കടി നിങ്ങൾ കണ്ടിട്ടില്ല, നല്ല സമൂസി, നല്ല കടലൈറ്റൊക്കെ ഫുള്ള് മീനോട്ടുള്ള വെറൈറ്റി ആള്. ഇന്ന് ജമ്മർക്കാന്റെ വീട്ടിൽ വീരുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിൽ നിന്നാണ്ട് തുടങ്ങി മീൻ ബിരിയാണി, മീൻ പൊരിച്ചത്. ഫുഡിനെക്കാട്ടി മെയിൻ എന്ന് പറഞ്ഞാൽ ഇവരെ സ്നേഹം. അത് കഴിഞ്ഞിട്ടുള്ളൂ ഞമ്മക്ക് എന്ത് ബിരിയാണി ആണെങ്കിലും ഫുഡൊന്നും ഒരു രക്ഷയാക്കിയിട്ടില്ല സാധനം. ഫുഡ് അടി കഴിഞ്ഞാൽ ഇത് ഫറലാണ്, നല്ല വെറ്റിലും പോലും. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത്. കഴിച്ച പറഞ്ഞ് ഞാനിങ്ങനെ താളം തെറ്റിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്.